12 മണിക്കൂറൊക്കെ ഒരു ദിവസം നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ടയർഡാവും. ആ ടയർഡ് ആവുന്ന ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നം എന്നാണ്. അതാണ് നമ്മുടെ പ്രശ്നം. ആക്ച്വലി നമ്മുടെ ബോഡി ടയർഡ് ആയതാണ്, മൈൻഡ് മനസ്സിലാക്കിയാൽ മതി. പോസ്റ്റ് ഇന്റേണൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ്? പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ് ആണ്. അവിടെ ഫാമിലി, ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങൾ മാറ്റേഴ്സ് ആയിട്ട് വരും. അപ്പം അവിടെ ഇവിടെ എന്തായാലും പാടും. കൺസിസ്റ്റൻസി, പെർസിസ്റ്റൻസ് വേണം എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാരാണ്. എങ്ങനെ പോയാലും വീക്കിലി ഒരു 1 ഡേ നമ്മളെ കയ്യിൽ നിന്ന് സ്കിപ്പ് ആവും. പക്ഷെ അതല്ല ഇമ്പോർട്ടൻറ്റ്. സ്കിപ്പ് ആയാലും പിറ്റേ ദിവസം നമ്മൾ ഫസ്റ്റ് മോർണിംഗ് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. പോസ്റ്റ് ഇന്റേൺ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പിയർ പ്രഷർ വരാനുണ്ട്. നമ്മൾ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ PG കയറിയിട്ടുണ്ടാവും, ക്ലിനിക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രഷറൊക്കെ താങ്ങി പഠിക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. ഇത് അതൊന്നല്ല ഗെയിം. ആ എക്സാമിന്റെ സമയത്ത് നമ്മളെയൊക്കെ നോളജ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ പറഞ്ഞൊരു കളിക്കുന്നൊരു കളിയുണ്ട്. അതിൽ കിട്ടുന്ന റാങ്ക് ആണ്. കുറെ ആളുകൾ നിങ്ങൾ കോർഡിനേറ്റേഴ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരുമ്പോൾ അതിന് നമുക്കൊരു റെസ്പോൺസ് വളരെ കൂടുതലായിരിക്കും. കാരണം ഒന്നുമില്ലെങ്കിലും നമ്മുടെ ചുറ്റും ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കര കൂടുതലാണ്. NEET MTS പോലത്തെ ഒരു എക്സാമിന് നല്ലൊരു സ്കോർ ചെയ്യുക എന്നുള്ളത് കുറേ കുട്ടികളുടെ ആഗ്രഹമാണ്. സോ ഇതിനെന്താണ് ആവശ്യമുള്ളത്? കുറേ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്സ് ആണോ, അല്ലെങ്കിൽ കോളേജിലെ ടോപ്പർ ആവണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക, ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക എന്നുള്ളതാണോ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓൾ ഇന്ത്യ റാങ്ക് 444, ഒരു ഫാൻസി നമ്പർ റാങ്ക് ഒക്കെ മേടിച്ച് ബാറ്റിയുടെ സാറ്റലൈറ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്ന ഡോക്ടർ ഇർഫാൻ ആണ്. സോ വെൽക്കം ഇർഫാൻ. നമ്മൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഇർഫാൻ്റെ ആ ഒരു 1 year ജേർണി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ഇർഫാൻ, എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഏത് കോളേജിലാണ് BDS കഴിഞ്ഞത്? ആ ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ കോളേജ് അലക്സാണ്ടർ കോളേജ് തൊടുപുഴയാണ്. അപ്പോൾ കോളേജിൽ എല്ലാവരെയും പോലെ തന്നെ നോ ഐഡിയ. കോവിഡ് ടൈമിൽ നമ്മുടെ പ്ലാനൊക്കെ മാറി ഒന്ന് യാത്രയൊക്കെ പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്താ പറയുക, ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുള്ളതൊക്കെ ആയിരുന്നു. ഈ BDS ഒക്കെ എൻ്റെ മാറി. അപ്പോഴാണ് ഇന്റേൺഷിപ്പിന്റെ സമയത്തിൽ നമ്മൾ ആ റിയാലിറ്റിയോട് കുറച്ചുകൂടി എല്ലാവരും ഹിറ്റ് ചെയ്ത ഒരു സമയമാണ് അത്. അവിടുന്ന് ഫുള്ളി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പ്ലാനും എൻ്റെ ഇമോഷൻസും എല്ലാം ചേഞ്ച് ചെയ്തു. എവരിതിങ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് മൊത്തം ഇതിലോട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലോട്ട് മാറാൻ തുടങ്ങി. പക്ഷെ എത്ര തന്നെയാണെങ്കിലും പറ്റുന്നുണ്ട്. കാരണം ഒരു ഐഡിയ ഇല്ല. എൻ്റെ അടുത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ല, ഇന്നേ വരെ ഒരു എയറോട്ടോ ഒന്നുമല്ല. ഒക്കെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കയറി എടുക്കാൻ എടുത്ത ഇയേഴ്സ് ആണ് ഈ 3 വർഷം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ഇയർ മാത്രമുള്ള ഒരു ഫുൾ ആയിട്ട് ഇരുന്നുള്ളൂ. അതിൽ നിന്ന് കിട്ടിയ റാങ്ക് ഒരു 1000 റേഞ്ചിലായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, സ്വന്തം നമുക്ക് പറ്റുമോ എന്നുള്ളത് തോന്നലാണ് സെക്കൻഡിൽ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ ചെയ്തു തുടങ്ങിയപ്പോ ഗ്രോത്ത് കൂടുക ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി തേർഡിലും പിടിക്കാം, എന്തേലൊക്കെ നമുക്ക് എടുക്കാം. കാരണം വേറെ നിവൃത്തില്ല, വേറെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല, വേറെ ചോയ്സ് ഒന്നുമില്ല. അതില് ഒരു പിടുത്തം പിടിച്ചു. അതിൽ കോമഡി എന്ന് പറയുന്നത്, ഞാൻ ക്ലിനിക്ക് കഴിഞ്ഞിട്ട് ഒരു ഡിസംബറിലാണ് നിങ്ങളുടെ ഇത് നമ്മളെ ബാച്ചിലോട്ട് വരുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർ വിളിക്കുന്നത്. അത് ഞാൻ ആഡ് കണ്ടു നോക്കിയതാണ്. അപ്പൊ വിളിച്ചു, നേരെ സാറ്റലൈറ്റ് ബാച്ച് ഉണ്ട്, ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു എൻവയോൺമെന്റ്. കാരണം അത് കേരളത്തിലില്ല. അപ്പൊ പുറത്തു പോകാനാണെങ്കിൽ താല്പര്യമില്ല. അപ്പൊ അതായിരുന്നു എന്റെ ഒരു ടേണിംഗ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ഡിസംബറിൽ ജോയിൻ ചെയ്തു. 4 മാസം പഠിച്ചു. 444 റാങ്ക് അടിച്ചു. ഈ റാങ്ക് ആക്ച്വലി 444 എന്നുള്ള ഒരു ഫാൻസി റാങ്ക് കേട്ടപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? എന്റെ റോൾ നമ്പർ മുതൽ ഫാൻസി ആയിരുന്നു. 26006633. അവിടെ മുതൽ ഫാൻസി ആയിരുന്നു. അതേപോലെ തന്നെ റാങ്കും ഫാൻസി വന്നപ്പോ ലൈക്ക് എന്നോട് നിയാസർ പുള്ളിയോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് പുള്ളി ആകെ പറഞ്ഞ ഒറ്റ ഡയലോഗ്, 3 സെക്കൻഡിൽ ഫാൻസി തന്നെ അടിച്ചല്ലോ പുള്ളി വേറെ ഡയലോഗ് അതായിരുന്നു. ഇപ്പോ പോസ്റ്റ് ഇന്റേൺ ആണ്. എങ്ങനെയാണ് NEET MTS പ്രിപ്പറേഷൻ? എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് ഒരു പോസ്റ്റ് ഇന്റേണിനെ സംബന്ധിച്ച്? യൂഷ്വലി ഇന്റേൺസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്റേൺഷിപ്പിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് പ്രിപ്പറേഷൻ എന്നുള്ളത്. പോസ്റ്റ് ഇന്റേണിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ്? പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ് ആണ്. അവിടെ ഫാമിലി, ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങൾ മാറ്റേഴ്സ് ആയിട്ട് വരും. അപ്പോൾ കോളേജിൽ ഉണ്ടാകുന്ന ഒരു എൻവയോൺമെന്റ് അല്ല പുറത്ത് വരുമ്പോൾ. അതിന് നമ്മൾ മാറി ഒരു 3 സർക്കിൾ ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നവർ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, പാരൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി ഓറ തരുന്ന കുറച്ച് പേരെ കൂടെ പിടിച്ച് മുന്നോട്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. ലൈക്ക് കോൾസ് ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാ ലെവലിലോട്ട് മാറിക്കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ എക്സാം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇത് നടന്നിരുന്നു, ഇലക്ഷൻ നടന്നിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ചർച്ചകളും കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ പഠിത്തത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്നെ പോലുള്ള ഒരാൾക്ക് അത്
ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ഒരു എന്താ പറയുക, ഫസ്റ്റ് ഇയർ മുതലേ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല, കാരണം ആൾറെഡി അവന് ബേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അവൻ ഒന്നുകൂടി അതിന്റെ ഹൈ ലെവലിലോട്ട് ചിന്തിച്ചാൽ മതി. പക്ഷെ നമ്മളിത് ആദ്യം മുതൽ തുടങ്ങുകയാണ്, ബ്രിക്ക് ബൈ ബ്രിക്ക് ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. സോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം 10 hours നമ്മൾ ഒന്നിനെ കുറിച്ചും ബോധേഡ് അല്ലാതെ ഇരുന്ന് പഠിക്കണം. അവിടെ ഇവിടെ എന്തായാലും പാടും. കൺസിസ്റ്റൻസി പെർസിസ്റ്റൻസ് വേണം എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാരാണ് എങ്ങനെ പോയാലും വീക്കിലി ഒരു 1 day നമ്മളെ കയ്യിൽ നിന്ന് സ്കിപ്പ് ആവും. പക്ഷെ അതല്ല ഇമ്പോർട്ടൻറ്റ്. സ്കിപ്പ് ആയാലും പിറ്റേ ദിവസം നമ്മൾ ഫസ്റ്റ് മോർണിംഗ് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു അതായിരുന്നു എന്റെ ടാസ്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എനിക്ക് പറ്റാത്തത്. എനിക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഒരു ദിവസം പോയി അടുത്ത ദിവസം പോകും, എന്നിട്ട് നാളെ പഠിക്കാന്ന് വിചാരിക്കും. അതാണ് പ്രശ്നം ഉണ്ടായത്. അത് മാറ്റിയെടുക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ തീരുമാനിച്ചത്. ഒരു ദിവസം പോയി പോട്ടെ, നോ പ്രോബ്ലം. അടുത്ത ദിവസം മോർണിംഗ് മുതൽ നിസ്കരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതായിരുന്നു എന്റെ ടാസ്ക് എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ചെറിയൊരു ടാസ്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ മോർണിംഗ് തന്നെ ഉഷാറാണ്. പിന്നെ അങ്ങ് എന്താ പറയുക, തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല. ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ കോളേജിലാണെങ്കിലും ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു, ഫ്രണ്ട്സ് ഒക്കെ ബോയ്സ് ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ സിറ്റ് ആൻഡ് സ്റ്റഡി ചെയ്യുന്ന പരിപാടി എനിക്കില്ല, എന്റെ ജീവിതത്തിലില്ല. ഒരു 28 വയസ്സ് വരെ എനിക്ക് ആ പരിപാടി ഇല്ല. അപ്പൊ അതൊന്നും ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. കാരണം എങ്ങോട്ട് കോൺസെൻട്രേഷൻ പോകാൻ പറ്റില്ല. ജസ്റ്റ് ബുക്ക് നമ്മുടെ MCQ, നമ്മുടെ നോട്ട്സ്, നമ്മുടെ ടാബിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഡിഫിക്കൽട്ടാണ്. കാരണം ഇന്റേൺസിനെ സംബന്ധിച്ച് അവർക്ക് ഇന്റേൺഷിപ്പിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ എന്താ പറയാ ഈസി എന്നല്ല, ബട്ട് കൺവീനിയന്റ്. കാരണം അവർക്ക് ആ പ്രഷർ ഇല്ല. പോസ്റ്റ് ഇന്റേൺ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പിയർ പ്രഷർ വരാനുണ്ട്. നമ്മുടെ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ PG കയറിയിട്ടുണ്ടാവും, ക്ലിനിക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രഷറൊക്കെ താങ്ങി പഠിക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. ഇപ്പോൾ പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞു, റുട്ടീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്? അത് ഇനീഷ്യൽ ഡേയ്സിൽ പ്രിപ്പറേഷൻ ഇനീഷ്യലി നമ്മൾ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ 2 hours ഒരു 5 or 6 എക്സ്റ്റൻസ് അങ്ങനെ ആകുമ്പോൾ 10 hours 12 hours നമുക്ക് ഡെയിലി കിട്ടും. ലൈക്ക് മോർണിംഗ് എണീറ്റ് തന്നെ നിസ്കരിച്ച് ഫസ്റ്റ് നമ്മൾ ബുക്ക് തുറക്കുക എന്നുള്ളതാണ് ആദ്യം. എന്നെ ഞാൻ പറഞ്ഞില്ല, ഇനി തുടക്കം എന്നാണ് പ്രശ്നം. സോ ഞാൻ ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10 MCQ ചെയ്തിട്ട് എന്നിട്ട് നിസ്കരിച്ചിട്ട് എന്നിട്ട് MCQ നമ്മുടെ ക്യുമുലേറ്റീവ് ടെസ്റ്റ് ആണോ ചെയ്യുക? നമ്മളെ വൈറ്റൽ ടെസ്റ്റ് 10 questions ഉള്ള ആദ്യത്തെ സെക്ഷൻ ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 question വായിക്കുക. വായിച്ചതിന് ശേഷം നിസ്കാരവും പിന്നെ കുഴപ്പമില്ല. അതായിരുന്നു എന്റെ പ്രശ്നം. സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷെ ആ ഒരു കിക്കർ നമ്മുടെ കയ്യിലില്ല. എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരു ഡേ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ? മോർണിംഗ് 6 to 8 നമ്മൾ പോകും. 8 to 9 ആൾസോ 2 hours കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് അതിന് ശേഷം നമ്മൾ ലൈബ്രറിയിലോട്ട് നമ്മുടെ സാറ്റലൈറ്റ് സെന്ററിലോട്ട് പോകും. അവിടുന്ന് പിന്നെ ഒരു 9 സ്റ്റാർട്ട് ചെയ്തിട്ട് 11 ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 11:30 to then 1:30 ഫുഡ് കഴിഞ്ഞ് 12:30 ഇങ്ങനെ പോയി നമ്മളൊരു ഡെയിലി ഒരു 5 sections മിനിമം അതൊരു 10 hours കിട്ടുന്ന രീതിയിൽ മിനിമം. അത് നമ്മുടെ ഒരു അന്നത്തെ ഡേ നമുക്കറിയില്ല, ഒരു ദിവസം ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് പീക്ഡ് ആയിരിക്കും, കുറച്ച് ദിവസം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഡേ ആയിരിക്കും, വലിയ ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലായിരുന്നു. എങ്ങനെ പോയാലും ഒരു 10 മണിക്കൂർ ഞാൻ എന്നത്തോടെ വിചാരിക്കും 10 hours അത് ഇരുന്ന് പഠിച്ചിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും എന്ന് പറയാ ഏറ്റവും കൂടുതൽ കവർ ചെയ്യാൻ പറ്റും അത്രയും കവർ ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ബുക്സ് റെഫർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിപ്പോൾ റെഫർ ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ എന്റെ ജൂനിയേഴ്സ് ഉണ്ട്, ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ NDLR നല്ല സ്കോർ ചെയ്ത് അലസർ തന്നെ ഉള്ള നല്ല ഗ്രേഡ് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ഇപ്പോൾ റബേക്ക അറിയോ, അവർക്ക് സ്പർശ ഫുൾ ആയിട്ട് അറിയില്ല. ഇതൊക്കെ ഞാൻ ഫുള്ള് വായിച്ച് 1 by ആണ്. എന്നിട്ട് എന്റെ റാങ്ക് 4 ആണ്. സോ എനിക്ക് അതൊക്കെ മനസ്സിലായ കാര്യം ഇതൊന്നും നല്ല ഗെയിം. ആ എക്സാമിന്റെ സമയത്ത് നമ്മളൊക്കെ നോളജ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ പറഞ്ഞൊരു കളിക്കുന്ന ഒരു കളിയുണ്ട്. അതിൽ കിട്ടുന്ന റാങ്ക് ആണ്. ഞാൻ ഇപ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ തന്നെ ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ ഒരു MDS ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇയർ മുതൽ ഈ മന്ത് മുതൽ ഞാൻ MDS സോ ഞാൻ MDS ആണ്. ഞാൻ എന്തായിരിക്കും, ഞാൻ അങ്ങനെ ഉഴപ്പി നടക്കത്തില്ല. ഞാൻ എൻ്റെ കറക്റ്റ് വർക്ക് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള ഡോക്ടർ ആവാൻ ശ്രമിക്കുക. അപ്പൊ അതൊരു വർഷം മുമ്പ് ചെയ്താൽ എന്താ പ്രശ്നം? അത് മാത്രമാണ് ഞാൻ ഇപ്രാവശ്യം എന്നെ തന്നെ ഫോക്കസ് ചെയ്തൊരു കാര്യം. സോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന് മുമ്പുള്ള 2 വർഷം ഇത് ചെയ്തിട്ടില്ല. പേടികളായിരുന്നു. ലൈക്ക് ഈ ബുക്ക് പഠിച്ചാൽ മതിയോ, ആ ബുക്സ് വേണോ, ഇത് വേണോ, ഇതൊക്കെ എനിക്ക് അറിയോ, എന്നെ തന്നെ ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇപ്രാവശ്യം അതുണ്ടായിരുന്നില്ല. ജസ്റ്റ് ചെയ്യുക, കിട്ടിപ്പോയ പക്ഷെ ചെയ്യുക. അതിൽ ഡൗട്ടും കാര്യങ്ങളും സെൽഫ് ഡൗട്ട് അടിക്കാതെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സോ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാട്ടി തന്നെയാണ്. ബാട്ടിയിലെ ഒരുപാട് ഒന്ന് നമ്മുടെ ലൈബ്രറി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒരുപാട് ബുക്സ് അവിടെ തന്നെ, നമുക്ക് അവിടുന്ന് പ്രിന്റ് ഔട്ട് എടുക്കേണ്ട ഒന്നിന്റെ ആവശ്യമില്ല. എല്ലാ ബുക്സ് റെഫർ ചെയ്യാനുള്ളത് അവിടെ തന്നെ ഉണ്ട് ലൈബ്രറി. 2 എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫ്, അത് പ്ലസ് ആട്ടോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയുന്നത് സ്റ്റുഡൻസ് അല്ല, സ്റ്റാഫാണ്. കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ ഒരു ദിവസം അവർ അവൈലബിലിറ്റി, പക്ഷേ ആ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ ആൻസർ അവർ കട്ടൊക്കെ പറഞ്ഞു തരും. അതിന് ഓരോ ഫാക്കൽറ്റി പർട്ടിക്കുലർ ആയിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഹെൽപ്ഫുൾ ആണ്. കാരണം എനിക്കൊരു ഡൗട്ട് പറഞ്ഞാൽ ഒന്നിലേക്ക് ഗൂഗിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻ്റെ സീനിയർ സ്റ്റുഡൻസ് ആണ്. സോ അവർ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ശരിയാണോ എന്നുള്ളത്, പക്ഷെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ചോദിക്കാമല്ലോ, കാരണം റെഫറൽ അവർ എടുത്തിട്ടാണ് പറയുന്നത്. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മുടെ ടോട്ടൽ എൻവയോൺമെന്റ് ബാട്യ എന്ന് പറയുന്ന കോഴിക്കോട് നല്ല ഫുഡ് അടിച്ച് സഭാനത്തോട് പള്ളി അടുത്ത് തന്നെ ആയിരുന്നു. എല്ലാം കൊണ്ടും ഫുള്ള് എക്സാം നടന്നപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്ലസ് ആയത്. എക്സാം നടന്നത് ഇവിടെ 1 കിലോമീറ്റർ ജസ്റ്റ് രാവിലെ പഠിച്ച് പഠിത്തം കഴിഞ്ഞ് നേരെ ഞാനോട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാം കൊണ്ടും. മറ്റേ സാധാരണ വേറെ എവിടെയാണ് നമ്മൾ കോച്ചിങ് ചെയ്യാന്ന് വെച്ചാൽ അവിടുന്ന് ഒരു 1 ഡേ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. കൂടെ ഉണ്ടായിരുന്നവർക്കും അങ്ങനെ തന്നെ, ഫറൂഖിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. സോ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ ഈ ഒരു സാറ്റലൈറ്റ് സ്റ്റാർട്ടിങ് കൊണ്ട് ഭയങ്കര ഇതായി പോയി. എത്രത്തോളം ഈ സാറ്റലൈറ്റ് ബാച്ചിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തത്? അവിടുത്തെ എൻവിറോൺമെന്റ്, അവിടുത്തെ ബാക്കി ആക്ടിവിറ്റീസ്, ഓൾസോ നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ലേണിംഗ് എന്നുള്ള സാധനം ഇപ്പോൾ എനിക്കറിയാം ഒരു 1-2 വർഷം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇർഫാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ ബാട്ടി എത്രത്തോളം ഈ കോൺസെപ്ച്വൽ ലേണിംഗിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാട്ടി ചൂസ് ചെയ്തത്? ബാട്ടി ചൂസ് ചെയ്യാൻ പറഞ്ഞത് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മൊമെന്റിൽ നിങ്ങളുടെ ആഡാണ് കാണുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് കേരളത്തിൽ പിന്നെ നോക്കാനൊന്നുമില്ല, ഓഫ്ലൈനായിട്ട് ഒരു എൻവയോൺമെന്റ് നേരെ പിടിച്ച് ചാടി എന്നുള്ളതാണ് ചെയ്തത്. അവിടുന്ന് വന്ന് തുടങ്ങിയ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് എന്താ പറയുക, എല്ലാം ഒന്ന് നിങ്ങൾ തന്ന അറ്റ്മോസ്ഫിയറിലേക്ക് എനിക്ക് ചെയർ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ചെയർ സെറ്റ് ചെയ്ത് തന്നു. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ വന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ഇത് സിറ്റ് ആൻഡ് സ്റ്റഡി നടത്താന്ന് പറയാൻ ചില്ലറ പരിപാടിയല്ല. ഒരു ദിവസം 12 മണിക്കൂർ അൺകംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. സോ അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് കുറേ ആളുകളെ നിങ്ങൾ കോർഡിനേറ്റേഴ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരുമ്പോൾ അതിന് നമുക്കൊരു റെസ്പോൺസ് വളരെ കൂടുതലായിരിക്കും. കാരണം ഒന്നില്ലെങ്കിലും നമ്മളെ ചുറ്റും ആരൊക്കെയും ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കര കൂടുതലാണ്. മറ്റേത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ മടിയാവാം. ഇത് നമ്മളെ നോക്കാനും നമ്മുടെ മാർക്ക് നോക്കാനും നമ്മുടെ റാങ്ക് ഇടക്കിടക്ക് ചോദിക്കാനും ഒക്കെ ഇടയ്ക്കിടക്ക് സാറാണെങ്കിലും നിയാ സാറാണെങ്കിലും ഇടക്കിടക്ക് വരും. എത്രയുടെ മാർക്ക്, എത്ര റാങ്ക്, ഉഷാറല്ലേ, കുഴപ്പമില്ല. ഞങ്ങള് വരുന്നത് ഞങ്ങൾക്കറിയാം, നമ്മൾ മാർക്ക് ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്കറിയാം. ബട്ട് നമുക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് റാങ്ക് ചോദിക്കുക, നിങ്ങൾ എത്ര GT സ്കോർ ചോദിക്കുക, വേറെ ആക്ടിവിറ്റി നമുക്ക് വേറെ ഒന്നും ചോദിക്കാമല്ലോ. അപ്പൊ നമ്മൾ അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ എപ്പോഴും ഉണ്ടാവാറ്. നമ്മൾ പിള്ളേരോട് എപ്പോഴും പറയുന്നതാണ്, ഇത് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഇത് ചോദിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ പേടിയോണ്ട് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യും. അടുത്ത ആഴ്ച സാർ വരും, ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തെ പേടിച്ചിട്ടെങ്കിലും നമ്മൾ അത്രയും ഡിപ്രസ്ഡ് ആണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അത്രയും മെന്റലി പ്രിപ്പയർഡ് ആവാത്തൊരു മൊമെന്റിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടെങ്കിലും പ്രിപ്പയർ ആയിട്ട് നമ്മൾ എക്സാം ചെയ്യും. മറ്റേത് സ്കിപ്പിംഗ് ഇല്ല, അതാണ് ഒന്നാമത്. ജസ്റ്റ് സ്കിപ്പ് ആവില്ല എക്സാം, അറ്റൻഡ് ചെയ്യെങ്കിലും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് കിട്ടിയത്. സോ നോക്കാൻ ആളുണ്ട്, കൂടെ ഒരു എൻവയോൺമെന്റും ഉണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ കാര്യത്തില്. ക്ലാസ്സസ്, ബാക്കി നീ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ പറഞ്ഞപ്പോൾ ക്ലാസ്സസ്, നോട്ട്സ്, മെറ്റീരിയൽസ് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്? ക്ലാസ് കേൾക്കും, അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ എഴുതി കൈ കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിന്റെ എക്സ്ട്രാ നോട്ട്സ് അതിന്റെ സൈഡിൽ തന്നെ നമുക്ക് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ റെഫർ ചെയ്ത് പൾസ് ആയിരുന്നു. സോ പൾസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസും നോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ നോട്ട്സിൽ ഒരു നോട്ട് അത് ഫുള്ളില്ല. കാരണം ലാസ്റ്റ് നമുക്ക് ഒരു നോട്ടേ നോക്കാൻ സമയം ഉണ്ടാവും. സോ നമ്മുടെ മെറ്റീരിയൽ തന്നെ സൈഡിൽ എഴുതാനുള്ള മാക്സിമം സൈഡിൽ കൂടി എഴുതി വിട്ടിട്ട് നമ്മൾ ആ നോട്ടായിരുന്നു ലാസ്റ്റ് പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ബുക്കായിട്ട് നമുക്ക് നോട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ഇത് പിന്നെ എഴുതി ഇതാണ്ട് ആവശ്യമില്ല, എക്സ്ട്രാ നോട്ട്സ് നോക്കിയാൽ മതി. റെഫർ ചെയ്ത് എവിടെയെങ്കിലും കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് ഇതിൽ തന്നെ എഴുതിയേക്കാം. ലാസ്റ്റ് നമുക്ക് ഒരു നോട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം അവസാനം വെച്ചിട്ട് ഇത് എല്ലാം പാടെ ഓടിച്ച് നമ്മൾ ടെൻഷൻ ആയിപ്പോകും. സോ ഏറ്റവും നല്ല ആ ഒരു ഇതെന്ന് പറയുന്നത് ആ ബുക്ക് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അത് ബാട്ടിയുടെ കുറെ ബുക്സുകൾ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഇൻഡിവിജ്വൽ ആയിട്ട് ബുക്സുകൾ ഉണ്ടായിരുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് നോട്ട് എഴുതാനുള്ള എന്ന് പറയുന്ന ഫാക്കൽറ്റീസിന്റെ എല്ലാ മോർണിംഗിലും നമുക്ക് മോട്ടിവേഷൻ സെക്ഷൻ, അത് ഭയങ്കര മാൻഷി മാം വന്നിട്ട് മോട്ടിവേഷൻ സെക്ഷൻ പറയുന്നത് ഭയങ്കര കേട്ടോണ്ടിരിക്കാനും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും അതും നമ്മളെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡോക്ടർ നമ്മളോട് പറയായിരുന്നു, ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ അത് രാവിലെ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെയല്ല ആൻസർ, ഇത് ഇങ്ങനെയാണല്ലേ എന്നുള്ളത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മോർണിംഗ് തന്നെ ഒരു ഉഷാറാണ് അത് കേൾക്കുമ്പോൾ. പിന്നെ ഇതിലോട്ട് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് യൂഷ്വലി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇനീഷ്യൽ സമയത്ത് എത്ര വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഫൈനൽ ആവുന്ന സമയത്ത് എങ്ങനെയാണ് പോകേണ്ടത്. സോ എങ്ങനെയാണ് ഇർഫാന്റെ ഒരു കാര്യം? ഞാൻ ഫസ്റ്റ് ഒക്കെ ഒരു 500 ഐ മീൻ ഇനീഷ്യൽ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു മണിക്കൂറിൽ എനിക്ക് 10 ക്വസ്റ്റ്യൻസ് പറ്റിയിട്ടുണ്ടായുള്ളൂ. ഒരു മണിക്കൂറിൽ 10 ക്വസ്റ്റ്യൻ വരും. കാരണം അതിന്റെ എക്സ്പ്ലനേഷൻ വായിക്കാണ്ട് അതിന്റെ എന്തുകൊണ്ട് ആൻസർ വന്നു, പിന്നെ വല്ല റെഫർ ബുക്ക് എടുക്കണേ, ഈ ബുക്സ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതാണ് കാര്യം എന്ന് അറിയില്ല. ഈവൻ ഒന്നും നോക്കിയില്ല, ഗൂഗിൾ അടിച്ച് നോക്കാൻ തന്നെ ഒരു സമയം. സോ എങ്ങനെ പോയാലും ഒരു മണിക്കൂറിൽ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ മാക്സിമം പോയിട്ട് ഫസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അത് സെക്കൻഡ് റീഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ 20 ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ ആക്കുക. തേർഡ് റീഡിങ്ങിലൊക്കെ ആകുമ്പോഴേക്ക് അത് പിന്നെ 16 ക്വസ്റ്റ്യൻസ് 17 ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഫൈനൽ ഇതാകുമ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. കാരണം ലാസ്റ്റ് എക്സ്പ്ലനേഷൻ വായിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെന്നല്ല. എക്സ്പ്ലനേഷൻ ഏതെങ്കിലും അറിയാത്ത
അതായത് ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പുറത്ത് ഇത് ഇന്നതാണ്, ഇതിന് ആൻസർ ഇതാ വന്നതെന്ന്. ഇതല്ലാതെ അറിയാത്ത വല്ല കോളംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇതൊന്നും മെമ്മറൈസ് ചെയ്യണമല്ലോ, അതാണ് ഇതിന് ഏറ്റവും എല്ലാം വായിച്ചത് ഇതാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നമുക്ക് ആകെ വേണ്ടത് ഇതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോഴേക്കും മാക്സിമം 1000 എത്തിക്കാനാണ് നോക്കിയത്. 1000 എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും ഒരു 800, കാരണം നമുക്ക് നോട്ട് വായിക്കണം. എല്ലാ ദിവസവും ഇപ്പോൾ ലാസ്റ്റ് മാക്സിമം MCQ എന്ന് പറഞ്ഞാലും ഒരു ദിവസം 2 മണിക്കൂർ നോട്ട്, ഫാർമക്കിന്റെ നോട്ട്സ് ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും വോളറ്റൈൽ ആയിട്ടുള്ള ഏതെങ്കിലും നോട്ട്സ് നോക്കുമ്പോൾ തന്നെ 3 മണിക്കൂർ പോയി. പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഉള്ളത് 10 മണിക്കൂർ. ഒരു ഡെയിലി ലാസ്റ്റ് ഒക്കെ 13 മണിക്കൂറായിരുന്നു സിറ്റ് ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ 10 hours ഉള്ളൂ. 10 hours എങ്ങനെ അടിച്ചാലും നമുക്ക് ഒരു 800, 900 മാക്സിമം എത്തിക്കാൻ നോക്കും. അത് ഈസി സബ്ജക്റ്റ് ആണ്, എത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ അത്ര പറ്റുന്നുണ്ട്. എന്തായാലും ഒരു ഡൗൺ ഫേസ് ഉണ്ടായിട്ടുണ്ടാവും. നീ പറഞ്ഞ പോലെ തന്നെ 5-6 ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം ഡിമോട്ടിവേറ്റഡ് ആവും. എങ്ങനെയാണ് അതിന് കോപ്പ് ചെയ്തിരുന്നത്? എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൗൺ ഫേസ് ഉണ്ടെങ്കിലും, ഡൗൺ ഫേസ് ഉണ്ടാവും, കരയും, ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലിറ്ററലി കരഞ്ഞു പോകും. കാരണം നമ്മൾ ഇത്രയും എത്തിയിട്ട് 3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. നാട്ടുകാരുടെ പുച്ഛം, വീട്ടുകാരുടെ ചോദ്യം, ഇതൊക്കെ നടക്കുമോ? അതുമാതിരി കൂട്ടുകാർ വിചാരിച്ചാൽ ഞാൻ വേറെ എന്തോ പരിപാടി എന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ട്. ഒരാൾ വിചാരിച്ചാൽ ഞാൻ ബാംഗ്ലൂർ പോയി അധോലോകമായിട്ട് എന്തൊക്കെയാ ബന്ധം, ആ ഒരു രീതിയിൽ വരെ ചിന്തിച്ച ആളുകളുണ്ട്. ഇപ്പോൾ 1 week മുമ്പാണ് ഫ്രണ്ടിന്റെ കല്യാണം നടന്നത്. അപ്പോഴാണ് എന്നെ എല്ലാവരും കാണുന്നത്. കണ്ടപ്പോൾ എന്നോട് ഒറ്റ ചോദ്യം ചെയ്തു, നീ ജീവിച്ചിരിപ്പുണ്ടോ? സോ ആ ലെവലിലേക്ക് ഞാൻ മൊത്തത്തിൽ മാറിയിരുന്നു. കാരണം എനിക്ക് ഇതിന്റെ ഇതിൽ കടന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീർപ്പ് വിട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന മൊമെന്റ് ആയിരുന്നു അത്. അപ്പോൾ മാക്സിമം ഇവരൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ, പിന്നെ പാരൻസ്, പിന്നെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കുറച്ച് നമ്മുടെ ഡിസ്കഷനൊക്കെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ്, സോ ഇവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കോള് ഈ സർക്കിളിൽ നിർത്തിയാണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ഡേ പാസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു കോള് വരാനില്ല, ഒരു കാര്യങ്ങളും അറിയാനില്ല, എല്ലാം ഹാപ്പിയാണ് ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. സോ അത് മാക്സിമം ഇനിയിപ്പോൾ എങ്ങാനും ഞാൻ ഡൗൺഫോൾ ആയി, ഒരുപാട് നമ്മളിപ്പം എത്ര സ്കോർ ചെയ്താലും ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരും. കാരണം നമുക്ക് കിട്ടുന്നില്ല, നമുക്കൊരു 700 മേലെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ചില ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ സമയത്ത് നമുക്ക് വിഷമം, ലിറ്ററലി നമ്മൾ കരഞ്ഞു പോകും. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, അടുത്തി പിടിക്കാം, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതിനൊന്നും സമയം വരില്ല. അത് ഗ്രാൻഡ് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ നിയാസ് സാറോ അല്ലെങ്കിൽ ആഷിഖ് സാറോ വരും. സാറോ അതൊരു ഒറ്റ ചോദ്യം, പിന്നെ അതിൽ ചോദ്യം വർത്താനൊന്നുമില്ല. നിങ്ങൾ വന്നിട്ട് 2 ഡയലോഗ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഡൗൺഫാളിൻ്റെ ടൈമിൽ ഒന്ന് സ്വന്തമായിട്ട് പൊങ്ങി വരാൻ വേണ്ടി നോക്കുന്നുള്ളതായിരുന്നു. കൂട്ടത്തിൽ സാറുമാരുള്ളത് കൊണ്ട് വലിയ പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഡേ പെട്ടെന്ന് കയറും. 4 മാസം എന്ന് വെച്ചാൽ ചടപെടുവാനും തീർന്നു. അപ്പോൾ ഇതിന് ഈ ഒരു ടൈം ഉണ്ട്. ഞാൻ പറഞ്ഞാൽ വീക്കിലി നമുക്കൊരു എന്താ പറയുക 12 മണിക്കൂറൊക്കെ ഒരു ദിവസം നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ടയേർഡ് ആവും. ആ ടയേർഡ് ആവുന്ന ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നം എന്നാണ്. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നമാണ്, നമ്മളെ തലയ്ക്ക് കയറുന്നില്ല, നമുക്ക് ബുദ്ധി ഇല്ല എന്നൊക്കെ വിചാരിക്കുക. ആക്ച്വലി നമ്മുടെ ബോഡി ടയേർഡ് ആയതാണ്, മൈൻഡ് അതെ, അത് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ മനസ്സിലാക്കില്ല, അപ്പോഴേക്ക് ഇൻഫർമേഷൻസ് ഇത് പറ്റുന്നില്ല, എനിക്കെന്തോ ഭയങ്കര ടഫ്. ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആൻസർ ആയിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ എന്താ പറയുക, ഒന്നുകൂടെ ഒന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ മാറ്റി വെക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പിന്നെ അഗെയിൻ എപ്പോഴേലും ഫ്രീ ആകുമ്പോൾ ഒന്നുകൂടി എടുത്തു വെക്കുക. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് അങ്ങനെയല്ല. അത് മൈൻഡിന്റെ കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, എക്സാം ഇമോഷൻ ആൻഡ് മൈൻഡ് ഗെയിമാണ്. അത് കിട്ടിയ അത് മനസ്സിലാക്കിയവന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എന്താണ് എൻട്രൻസിന് വരുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ പുതിയ ബാച്ച് വരികയാണെന്ന് വിചാരിക്കും. അവർ വന്നിട്ട് അവർ ചുമ്മാ പഠിക്കുന്നു, അവർ എക്സാം എഴുതുന്നു, റാങ്ക് അടിക്കുന്നു, പോകുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ അയ്യോ നമുക്കില്ലേ, നമ്മളെ കൊണ്ട് പറ്റില്ല, ഇവരൊക്കെ ഭയങ്കര ജീനിയസ് ആണെന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡായിരുന്നു ആക്ച്വലി എനിക്കുണ്ടായിരുന്നത്. അത് മാറ്റി കിട്ടാൻ ഒന്ന് എൻവയോൺമെന്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബാട്ടിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ബാട്ടിയുടെ സാറ്റലൈറ്റ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി ബാട്ടിന്റെ ഓരോത്തിലോട്ട് വരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൾട്ടി ആരാണ്? ലിലി മാൻഷി മാം ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഫിസിയോളജിന്റെ മാം ഉണ്ട്, അഭിരാമി മാം. ഓ, എനിക്ക് ഭയങ്കര ഫിസിയോളജി ഇന്നേ വരാത്ത കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറഞ്ഞ ഭയങ്കര ഡോക്ടർ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, പക്കയാണ്, വേണ്ടത് മതി, ഇത് കൂടുതലൊന്നും വേണ്ട, ഇത് മതി, കറക്റ്റ്. എക്സാക്ട്ലി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനാട്ടമി ആയിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അത് കഴിഞ്ഞിട്ട് ഫിസിയോളജി എനിക്ക് എങ്ങനെ പോയാലും ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, അഭിരാമി മാമിന്റെ ഫിസിയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ചോദ്യം വർത്താനൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ എനിക്ക് എന്താണ് നമ്മുടെ DM ഡെന്റൽ മെറ്റീരിയൽ ഐശ്വര്യ സാറിന്റെ ഡെന്റൽ മെറ്റീരിയൽ ഇതും ഇതാണ്. കാരണം പുള്ളി ടിസ്റ്റർ ക്വസ്റ്റ്യൻസ് പറയാം, അങ്ങനെ എല്ലാം വലിച്ചുവാരി പറയാണ്ട് പഠിക്കുക. അത് നമ്മൾ പഠിക്കുക. ടിസ്റ്റർ ക്വസ്റ്റ്യൻസ് മാത്രമായത് ഇത് ഇന്നതുകൊണ്ടാട്ടോ ഇത് ഇത്ര തെറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019 ഇന്ന ക്വസ്റ്റ്യൻ ഇതാണ് ആൻസർ തന്നെങ്കിലും എയിംസിൽ ഇതാണ് ആൻസർ ആണ്, സോ നിങ്ങൾ ചൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഇതാക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, കാരണം ഏതിലാണ് ഏത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. സോ അവിടെ ഈ 3 സ്റ്റാഫാണ് എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഈ ഗുരുകുൽ ആപ്പ് ഒന്ന് പെട്ടെന്ന് 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ക്യുമുലേറ്റീവ് ടെസ്റ്റ്
പിന്നെ GT അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാം എവിടെ തെറ്റി, ഏതൊക്കെ സബ്ജക്റ്റ് തെറ്റി, ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളായിട്ട് വെറുതെ ഓരോ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഓക്കെ എനിക്കിത് പോരാ, എത്തിയിട്ടില്ല, ഞാൻ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, ഈവൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അതിൽ നോക്കിയാൽ ഫുൾ അതിൽ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇല്ല നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫാക്കൽറ്റീസിനോട് ചോദിച്ചാൽ അവരിതൊക്കെ പക്കയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത്, ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. ഗ്രാൻഡ് ടെസ്റ്റ് ഭയങ്കര ഇതാണ്, എല്ലാ ടൈമും നമ്മൾ ഒന്ന് കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അപ്പോഴേക്കും ഒരു ഗ്രാൻഡ് ടെസ്റ്റ്, ആ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലേക്ക് റിലാക്സ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകും, വാട്ട് എവർ ഇറ്റ് ഈസ്, രണ്ടും നമ്മളെ മൂവ് ചെയ്യാൻ സഹായിക്കും തീർച്ചയായും. ഇനി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. MDS ഇതേപോലെ ഡ്രോപ്പ് എടുക്കണോ, ഇന്റേൺഷിപ്പിൽ പ്രിപ്പയർ ചെയ്യണോ? സോ എന്താണ് ഒപ്പീനിയൻ? എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ്. വേറെ ഒന്നും നോക്കാനുള്ളതല്ല, മൈൻഡ് ഫുള്ളായിട്ട് ഇതിന് കൊടുത്തുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ അവസ്ഥ മോശമാണ്, വേറെ ക്ലിനിക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡ് ആവണ്ട. കാരണം വളരെ ഒരു പേഴ്സണാണ് ഞാൻ, കാരണം ഞാൻ ക്ലിനിക്കിൽ നിന്നാണ് ഞാൻ വരുന്നത്. ക്ലിനിക്കിൽ കഴിഞ്ഞിട്ട് ഒരു പറയാം അവിടെ ചേരിയമ്പ്ര കോഴിക്കോടൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ അവിടുത്തെ ഡോക്ടേഴ്സിനോടൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നതാണ് ഞാൻ ക്ലിനിക്കിലോട്ടൊക്കെ. ഈ സമയം ഇവിടെ എന്താണ് പഠിക്കുന്ന സമയം GP പോകാനുണ്ടായിരുന്നു, ഡോക്ടർ GP എവിടെ GP-യിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. സോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിക്കുന്നവർക്കും ഇങ്ങനെ പഠിക്കുന്നവർക്കും അവിടെ ചാൻസ് ഉണ്ട്. ഇത് എത്ര പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്രത്തോളം എന്താ പറയുക നോളജ് അക്യൂർ ചെയ്തതിനു ശേഷം നമ്മൾ അത് എത്രത്തോളം അവിടെ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് എടുത്ത് ഔട്ട്പുട്ട് കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. സോ ആരും വറീഡ് ആവണ്ട. അപ്പോൾ എനിക്ക് 4 അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യമല്ല അതിൽ. കാരണം ഞാൻ അതാണ് എല്ലാവരോടും പറയാം, ഞാൻ എൻ്റെ ജൂനിയേഴ്സ് വിളിക്കാറുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ എന്നോട് ഒറ്റ ചോദ്യം ആയിക്കോളൂ, അത് നടക്കുമോ? എടാ എനിക്ക് ഇനി എന്നെ കുറിച്ച് ആലോചിക്കുക, എനിക്ക് 4 അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ നിങ്ങളൊന്ന് അതിനായിട്ട് ഇറങ്ങണം, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ജേണി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെക്കൊണ്ട് പറ്റും ആരെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഉപരിയായിട്ട് നമ്മൾ എന്ത് ഡിസിഷൻസ് എടുക്കുന്നു, നമ്മൾ എന്ത് ടാർഗറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇർഫാൻ്റെ ജേണി. ഇൻസ്പയറിംഗ് ആണ്. കാര്യം ഇന്റേൺഷിപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ BDSന്റെ സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയി, പോസ്റ്റ് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് വളരെ ആക്റ്റീവ്ലി റുട്ടീനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റാങ്കിലോട്ട് എത്തിയിട്ടുള്ളത്. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. നിങ്ങൾക്കൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ടാർഗറ്റ് ഉണ്ടാവുക, അതിനുവേണ്ടി പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. സോ ഭാവി കാര്യങ്ങളൊക്കെ ഇനി അലോട്ട്മെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ വരാനുണ്ട്. റാങ്ക് ബേസ് ചെയ്തിട്ട് എന്തായാലും ഒരു ക്ലിനിക്കൽ സീറ്റ്സ് കിട്ടും തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്. ബാക്കി നമ്മുടെ കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ.